നമസ്കാരം. ഇന്ത്യയും ശ്രീലങ്കയും ഒറ്റക്കെട്ടായി സുപ്രധാന നീക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം മിത്രശക്തി ലോകത്തെ ഒന്നാകെ അമ്പരപ്പിക്കുകയാണ്. പരസ്പര പ്രവർത്തനക്ഷമതയും മികച്ച രീതികൾ പങ്കിടലും സുഗമമാക്കുന്നതിനായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസത്തിന് ദ്വീപരാഷ്ട്രത്തിൽ തുടക്കമിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസമായ മിത്രശക്തിയുടെ 10ാം പതിപ്പ് മദുറോയിലെ ആർമി ട്രെയിനിംഗ് സ്കൂളിൽ ഓഗസ്റ്റ് 12 മുതൽ 25 വരെയാണ് നടക്കുക. കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇത് സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംയുക്ത അഭ്യാസം മിത്രശക്തി ഇന്ത്യയിലും ശ്രീലങ്കയിലും ബദലായി നടത്തുന്ന വാർഷിക പരിശീലന പരിപാടിയാണ്. അതിന്റെ അവസാന പതിപ്പ് 2023 നവംബറിൽ പൂനെയിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 7ാം അധ്യായം പ്രകാരം ഒരു പരമ്പരാഗത സാഹചര്യത്തിൽ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സംയുക്ത അഭ്യാസത്തിന്റെ ലക്ഷ്യം. അർദ്ധനഗര പരിതസ്ഥിതിയിലെ പ്രവർത്തനങ്ങളിൽ അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള പ്രതികരണം, സംയുക്ത കമാൻഡ് പോസ്റ്റ് സ്ഥാപിക്കൽ, ഇന്റലിജൻസ് നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കൽ, ഹെലിപാഡ്, ലാൻഡിംഗ് സൈറ്റ് സുരക്ഷിതമാക്കൽ, ചെറിയ ടീമുകളെ ഉൾപ്പെടുത്തലും പുറത്തെടുക്കലും, പ്രത്യേക ഹെലിബോൺ ഓപ്പറേഷനുകൾ, കോർഡൺ എന്നിവ അഭ്യാസത്തിനിടെ റിഹേഴ്സൽ ചെയ്യാനുള്ള തന്ത്രപരമായ പരിശീലനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ, ഡ്രോണുകളുടെയും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളുടെയും തൊഴിൽ എന്നിവയ്ക്ക് പുറമെ മറ്റുള്ളവയിലും ശ്രദ്ധ കൊടുക്കുന്നു. സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള തന്ത്രങ്ങൾ, സാങ്കേതികതകൾ, നടപടിക്രമങ്ങൾ എന്നിവയിൽ മികച്ച രീതികൾ പങ്കിടാൻ മിത്രശക്തി ഇരു വിഭാഗങ്ങളെയും പ്രാപ്തരാക്കും. ഇത് ഇരു സൈന്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത, സൗഹൃദം എന്നിവ വികസിപ്പിക്കുവാൻ സഹായിക്കും. സംയുക്ത അഭ്യാസ പ്രകടനം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. 106 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത് രാജ്പുതാന റൈഫിൾസിന്റെ ഒരു ബറ്റാലിയനുമാണ്. ശ്രീലങ്കൻ സൈന്യത്തിന്റെ ഗജബ റെജിമെന്റിലെ ഉദ്യോഗസ്ഥരാണ് ശ്രീലങ്കൻ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മിത്രശക്തി അഭ്യാസം? അതിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യൻ ആർമിയും ശ്രീലങ്കൻ ആർമിയും ചേർന്ന് നടത്തുന്ന വാർഷിക സംയുക്ത സൈനിക അഭ്യാസമാണ് മിത്രശക്തി. ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം രണ്ട് ശക്തികൾ തമ്മിലുള്ള പ്രവർത്തന സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക, കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. തന്ത്രപരമായ അഭ്യാസങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെയും മികച്ച സമ്പ്രദായങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയും ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവുകൾക്ക് കീഴിൽ സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവരുടെ കഴിവ് മെച്ചപ്പെടുത്താനും അതുവഴി അവരുടെ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇരു സൈന്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. വാർഷിക സംയുക്ത സൈനികാഭ്യാസത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വളർത്തിയെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അർദ്ധനഗര പരിതസ്ഥിതികളിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഇരു സൈന്യങ്ങളുടെയും കഴിവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കൽ എന്നത് ആദ്യം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ശ്രീലങ്കൻ സൈന്യങ്ങൾ തമ്മിലുള്ള പ്രവർത്തന പൊരുത്തവും ഏകോപനവും മെച്ചപ്പെടുത്താൻ ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ ബന്ധവും സൗഹൃദവും കെട്ടിപ്പടുക്കുന്നതിന് ഇത് സംഭാവന ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യവും ശ്രീലങ്കൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മിത്രശക്തി. ഈ അഭ്യാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഏറെ നിർണായകമായ ഒന്നാണ്. സംയുക്ത പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിലാണ് രണ്ടു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് കലാപവിരുദ്ധ സാഹചര്യങ്ങളിൽ അഭ്യാസത്തിലുടനീളം യഥാർത്ഥ ലോക സാഹചര്യങ്ങൾ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തന്ത്രപരമായ അഭ്യാസങ്ങളുടെ ഒരു പരമ്പരയിൽ പങ്കാളികൾ ഏർപ്പെടും. സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള തന്ത്രങ്ങൾ, സാങ്കേതികതകൾ, നടപടിക്രമങ്ങൾ എന്നിവയിൽ മികച്ച സമ്പ്രദായങ്ങൾ പങ്കിടുന്നതിനുള്ള ഒരു വേദിയായിട്ട് ഈ മിത്രശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഇന്ത്യൻ ശ്രീലങ്കൻ സേനകൾക്ക് കൂടുതൽ പരസ്പര പ്രവർത്തനക്ഷമത വികസിപ്പിക്കാനും ഒരു ഏകീകൃത യൂണിറ്റായി പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുവാനും സൗഹൃദത്തിന്റെ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനും സാധിക്കും. ഈ അഭ്യാസം സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളുള്ള രണ്ട് രാഷ്ട്രങ്ങളായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്നതും മനസ്സിലാക്കണം.